കർത്താവായ ദൈവമേ, പ്രത്യേകമായിട്ട് ഈ ബൈബിൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ വലിയ നന്ദിയോടുകൂടി ഞങ്ങൾ നിന്റെ മുമ്പിൽ പ്രഭാതത്തിലായിരിക്കുന്നു. ഈ സ്നേഹക്കൂട്ടായ്മയെ പ്രത്യേകമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈശോയെ നിന്റെ ഹൃദയത്തിലേക്ക് വെച്ചു തരുന്നു. ക്രിസ്തുമസിന്റെ ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തു തീർക്കുവാനുള്ളതാണ് ക്രിസ്തുമസ് എന്ന് ഈ തിരുനാൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിലിരിക്കേണ്ടവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി പകുത്തു നൽകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ അതിനെ വിളിക്കുന്നു ക്രിസ്മസ്. നീ വചന വായനയിലൂടെ ഈശോയെ നിന്റെ വചനം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ സ്വാംശീകരിക്കാനും ഈ വചനം അത് ധ്യാനിക്കുവാനും ഈ വചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നീ കാണിച്ചു തന്ന ഈ വചനത്തിന്റെ പൊരുൾ, കൊടുത്തു തീർക്കലിന്റെ മാതൃക ഞങ്ങൾ ഈ ക്രിസ്മസിനോടനുബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട അഭിഷേകം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധാമ്മേ, നിന്റെ ജീവിതവും കൊടുത്തു തീർക്കൂ. ഒന്നാമതായിട്ട് ദൈവകുമാരന് വേണ്ടി, ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടി നിന്റെ ജീവിതവും സമയവും ആരോഗ്യവും നിന്റെ സർവസ്വവും നീ കൊടുത്തുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് ദൈവത്തിന് മുമ്പിൽ നീ എളിമപ്പെട്ടപ്പോൾ ദൈവത്തിന് മുമ്പിൽ നീ വിലയുള്ളതായി മാറി. ഈ കൊടുത്തു തീർക്കലിന്റെ പാഠം ഞങ്ങളെ പഠിപ്പിക്കാൻ അമ്മ ഞങ്ങളെ കൂടെ ഉണ്ടാകണമേ. സ്നേഹിച്ചു പകുത്തു കൊടുത്തും മിച്ചം വന്നതിനെ വിളിക്കുന്ന പേരാണ് തിരിശേഷിപ്പെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നല്ല തമ്പുരാനെ, നീ കൊടുത്തു തീർത്ത് മിച്ചം വന്നത് ദിവ്യകാരുണ്യമായിട്ട് ഇന്നും കൊടുത്തു തീർക്കണം. നിന്റെ മുമ്പിൽ, ഞങ്ങളുടെ മുൻപിൽ നീ അൾത്താരയിൽ വരുമ്പോൾ ഈശോയെ നന്ദി പറയുന്നു. പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങൾ വായിച്ച വചനഭാഗങ്ങൾ അത് നിന്റെ വലിയ സന്ദേശമാണ് ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വചനത്തിന് മാംസം കൊടുത്തുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ഇഷ്ടം നിറവേറ്റുന്ന വിശുദ്ധരായ ദൈവപൈതരായി, വിശുദ്ധിയുള്ള ദൈവപൈതരായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ട കൃപയും അഭിഷേകവും നൽകണമേ. പരിശുദ്ധാമ്മേ, അതിനമ്മ ഞങ്ങളെ സഹായിക്കണേ, കൂടെ ആയിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹാ